ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് നിങ്ങളുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. നിങ്ങൾക്ക് ഇന്നേക്കുള്ള എനർജി നിങ്ങളുടെ നോക്കാം. നിങ്ങൾ എന്ത് സിറ്റുവേഷനാണ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഗോ ത്രൂ ചെയ്യുന്നത്, നിങ്ങളുടെ എനർജി എടുക്കാം. ആൻഡ് ജസ്റ്റ് ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഒറാക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനിലെ കാര്യങ്ങൾ. ഓക്കെ, 5 of Wands ആണ് ഇവിടെ, 3 of Wands and Knight of Cups, Page of Cups. ഇവിടെ സ്റ്റാർ കാർഡാണിത്. ഓക്കെ, 5 of Wands കോമ്പറ്റീഷൻ എന്ന് കാണുന്നുണ്ട്. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കോമ്പറ്റീഷനെ പറ്റി കുറച്ച് വറീഡാണ് നിങ്ങൾ. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെയൊക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ ജോലിയുടെ ആയാലും ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ട് ദാറ്റ് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്ന്. വേറെ കുറേ പേർക്ക് നിങ്ങളെക്കാൾ കഴിവുള്ളവരുണ്ടോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്തയായിരിക്കാം. നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ്റെ പേടിയുണ്ട്. ഈവൻ ബിസിനസ് അങ്ങനത്തെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പോലെ തന്നെ വേറെയും കുറേ ബിസിനസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലാണ് ദാറ്റ് ഞാൻ ചെയ്താൽ അത് സക്സസ്ഫുൾ ആവുമോ, നടക്കുമോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു പേടിയുള്ള പോലെ കോമ്പറ്റീഷൻസിനെ കുറിച്ചുള്ള ചിന്തയാണ്. കോമ്പറ്റീഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ടെൻഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി നിങ്ങൾ പ്ലാനിങ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ട് നിങ്ങൾ പ്ലാനിങ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന രീതിയിൽ നിങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്യാം. ബിക്കോസ് കോമ്പറ്റീഷനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കോമ്പറ്റീഷൻസിനെ നമ്മൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലേ. നിങ്ങൾക്കൊരു പ്ലാൻ വേണം, നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്ങനെ നമ്മൾ കോമ്പറ്റീഷനേക്കാൾ കൂടുതൽ നമ്മൾ ബെറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് കൂടുതൽ പഠിക്കണോ, അതോ നമ്മൾ കൂടുതൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്വർടൈസ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാർ അട്രാക്റ്റ് ആയിട്ട് വരാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് മുന്നോട്ട് നിൽക്കാൻ നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ഒരു കോൺഫിഡൻസിൻ്റെ കാര്യം, ഈവൻ അതും ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ മാറ്റേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ഏത് കാര്യത്തിന് പോയാലും എന്തിനു പോയാലും ഒരു കോമ്പറ്റീഷൻ നമ്മൾ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലാനിങ് ചെയ്യാം. അതിൻ്റെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ടെൻഷൻ വേണ്ട. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൻ്റെ പേടികളാണ്. ഓക്കെ, നിങ്ങൾ മൈൻഡ് ബ്ലോക്കേജസ് ഒന്ന് മാറ്റുക. ഓക്കെ, ഒരുപാട് ഐ തിങ്ക് ഈ ഫിയേഴ്സ് ഇതാണ് ഞാൻ പറഞ്ഞ കോമ്പറ്റീഷനെ കുറിച്ചുള്ള വറി, അല്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റുമോ, ഞാൻ ശരിയാണോ ചെയ്യുന്നത്, എന്താ പറയുക, എനിക്ക് പറ്റുമോ, ഞാനാണോ, ലൈക്ക് എന്നെ ചൂസ് ചെയ്യുമോ, ഓഫീസിൽ വല്ല ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മറ്റുള്ളവരെ മേലെ എന്നെ ചൂസ് ചെയ്യുമോ, അങ്ങനെ കുറേ നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളുടെ മനസ്സിലുള്ള കുറേ ഫിയേഴ്സ് ഉണ്ട്. അതിനൊക്കെ നിങ്ങളൊന്ന് ഓവർകം ചെയ്യാം. അതിൻ്റെ ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏതെങ്കിലും ലേഡി ആയിരിക്കാം. ലേഡി ആവണം നിർബന്ധമില്ല, ജെൻസും ആവാം. പക്ഷേ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് അവരുടെ. എന്ന് വെച്ചാൽ ഈവൻ ജെൻസ് ആണെങ്കിൽ പോലും ലൈക്ക് നിങ്ങളെ വളരെ കെയറിങ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ. ഓക്കെ, അതിപ്പോൾ ഗൈഡൻസ് തരുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, അമ്മയോ അച്ഛനോ ആവാം, ഫ്രണ്ട്സ് ആവാം നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുറത്തുനിന്നുള്ള ഒരു ലേഡി ആയാലും ശരി, ജെൻസ് ആയാലും ശരി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട്, ആ രീതിയിലൊരു പേഴ്സൺ ഐ തിങ്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ വിഷ് നിങ്ങൾക്ക് ഫുൾഫിൽ ആക്കാൻ ഐ തിങ്ക് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയാം. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ നിങ്ങൾ പ്ലാനിങ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിക്കാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൻ്റെ ബ്ലോക്കേജസ് ആണ് നിങ്ങളെ തടയുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലാണ് പേടികൾ. ഓക്കെ, കോമ്പറ്റീഷനൊക്കെ നമുക്ക് എവിടെയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈവൻ അബ്രോഡ് പോകാൻ ആലോചിക്കുന്നു, കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ടെൻഷൻ, അങ്ങനെ എല്ലാത്തിനും ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ കുറേ ഫിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. ബട്ട് നിങ്ങൾ ആഗ്രഹിച്ച നടക്കും, നിങ്ങളിലേക്ക് വരും എന്നാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നും കാണുന്നുണ്ട്. പാരൻസ് ആവാം, അമ്മയാവാം, ഓക്കെ, ഈവൻ ആൻസിസ്റ്റേഴ്സ് ആവാം. ഓക്കെ, അങ്ങനെയും പറയാലോ, നമ്മൾ മരിച്ചുപോയ ആൾക്കാർ, നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പർ, അങ്ങനെ നിങ്ങളെ കെയർ ചെയ്ത ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആവാം. ഓക്കെ,
അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഗോ ഹെഡ് എന്ന രീതിക്കാണ് പറയുന്നത്. പ്ലാനിങ് ചെയ്താൽ മതി. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, റൗണ്ട് ആൻഡ് റൗണ്ട്, ഡീപ്പ് നോയിങ്, ഹയർ പവർ, മിൽക്ക് ആൻഡ് ഹണി, ഓക്കെ, ആൻഡ് ഓർഫൻഡ്, എ ലെഗ് അപ്പ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് ഹയർ പവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. യെസ്, ഇതിവിടെ യൂണിവേഴ്സിനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരിക്കലും ടെൻഷൻ ആവണ്ട. പക്ഷെ സൈക്കിൾസ് എൻഡ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ ഫിയർ സൈക്കിൾ ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളുടെ ബ്ലോക്കേജ് ഇവിടെ. ആ സൈക്കിളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങളെ പുറകോട്ട് വലിക്കുക. ഓക്കെ, ആ നിങ്ങളുടെ പേടികളാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ പേടികൾ, നിങ്ങളുടെ ഡൗട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുകയാണത്. എനിക്ക് ആ ഒരു സൈക്കിളിൽ നിന്ന് നിങ്ങൾ വേണം പുറത്ത് വരാൻ. ആൻഡ് ഇവിടെ ഡീപ്പ് നോയിങ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ നോളജബിൾ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. എനിക്ക് എന്തോ അങ്ങനെ തോന്നി. ഓക്കെ, നമ്മൾ ക്വീൻ ഓഫ് കപ്സ് പറഞ്ഞില്ലേ, ചിലപ്പോൾ ആരെങ്കിലും വളരെ കെയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക, ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ആവാം അല്ലേ. അപ്പോൾ ഓൾറെഡി മരിച്ച ആരെങ്കിലും, അവർ നിങ്ങളുടെ മുത്തശ്ശൻ അമ്മമാർ ആരായാലും അവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഡീപ്പ് നോളജ്, അതും പറയാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ വേണ്ട ഡീപ്പ് നോളജ് ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ നല്ല ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. ഓക്കെ, കോമ്പറ്റീഷനൊക്കെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ പിന്നെ അതിൻ്റെ മേലെ നമുക്കൊരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ മിൽക്ക് ആൻഡ് ഹണി എന്ന് പറയുന്നത് നിങ്ങൾ ഹാപ്പി ആവും എന്ന രീതിക്കാണ്. പാലും തേനും ഒഴുകും എന്ന് പറയില്ലേ, പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ഹാപ്പി ആവുക എന്നല്ലേ അർത്ഥം അല്ലേ. നമുക്ക് എന്തൊക്കെയോ കിട്ടുക, ആ രീതിക്കൊക്കെ അല്ലേ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. സോ അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്നാണ്. ഇവിടെ ഒരു ആനക്കുട്ടി ഉണ്ട്. ആനക്കുട്ടി ഇത് ആ ബൗളിൽ പാലും തേനും ഉണ്ട്, അതിൽ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ഓർഫൻഡ്. നിങ്ങൾക്ക് ഒരിക്കലും തോന്നണ്ട നിങ്ങൾ തനിച്ചാണെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരോ ഉണ്ട്. ഓക്കെ, ഒന്ന് യൂണിവേഴ്സ് ഉണ്ട്, യെസ്, ആൻഡ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആവാൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ലെഗപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരോ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ ഉണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ആരോ ഉണ്ട്. ഒന്ന് യൂണിവേഴ്സ്, യെസ്, ആൻഡ് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ അമ്മ, പാരൻസ്, സിസ്റ്റർ, ബ്രദർ, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ് പേഴ്സൺ ആരോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ തനിച്ചല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ധൈര്യത്തിൽ മുന്നോട്ട് പോവും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സിമ്പിൾ ക്വിക്ക് എനർജി. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.